ഞാൻ പ്രവർത്തിക്കും, ആർ തടസ്സപ്പെടുത്തും? ഐ വിൽ ആക്ട്, ഹൂ ക്യാൻ സ്റ്റാൻഡ് അഗെൻസ്റ്റ് ഇറ്റ്? ഇത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞ വാക്യമാണ്. കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞ വാക്യമാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടസ്സപ്പെടുത്തും? ദൈവമാണ് പറയുന്നത്. പറയുന്നവൻ ആരെയെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. 13 വർഷത്തെ ഒരു സ്ഥലത്തിൻ്റെ കാര്യത്തിലുള്ള പ്രോബ്ലത്തിലാണ് ദൈവം എനിക്ക് തന്നത്. തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം പുറത്തുനിന്ന് വന്നപ്പോൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. ഒന്നുമില്ല, വാങ്ങിച്ചവർ തന്നെ അവസാനം നമുക്കെതിരായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ഒരു ഗോഷൻ സ്ഥലത്തിന് വേണ്ടി ചോദിക്കാൻ പറഞ്ഞു. ഒരു ഗോഷൻ ലാൻഡ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ജോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൊണ്ടുവന്ന് താമസിക്കാൻ നേരത്തെ ജോസഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫറോവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഏത് സ്ഥലം വേണമെന്ന് ഫറോ ചോദിക്കുമ്പം ഗോഷൻ ലാൻഡ് വേണം, ഗോഷൻ സ്ഥലം വേണമെന്ന് പറയണം. കാരണം കന്നുകാലികൾക്കൊക്കെ നല്ല പച്ച ഉള്ള സ്ഥലമാണ്, വെള്ളമുള്ള സ്ഥലമാണ്. അപ്പം ഗോഷൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം, നീരുറവയുള്ള സ്ഥലം, മൃഗങ്ങളെ വളർത്താൻ പറ്റി. അപ്പം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനം മിസ്രൈമിൽ ചെന്നപ്പോൾ ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചു വാങ്ങിച്ച സ്ഥലമാണ് ഗോഷൻ ലാൻഡ്. അങ്ങനെ തന്നെ ഞാനും ഒരു ഗോഷൻ ലാൻഡ് വേണമേ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കുറച്ച് സ്ഥലം വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് വാങ്ങിച്ച് കിട്ടിയ നാൾ തൊട്ട് ഒരേ പ്രശ്നം, ഒന്നുമില്ലാത്ത പ്രശ്നം. പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഓരോ സ്ഥലങ്ങൾ നമ്മൾ ഭർത്താവ് വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഇരുന്ന് ആത്മീയ ഗോളത്തിൽ യുദ്ധം ചെയ്യേണ്ട ജോലിയാണോ എൻ്റെ പ്രധാന ജോലിയെന്ന് പലപ്പോഴും അതിന് വലിയൊരു സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ദൈവം വിശ്വസ്തൻ. അവിടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ദൈവം എന്നോടൊരു വാഗ്ദത്തം ചെയ്തു, ഞാൻ പ്രവർത്തിക്കും, ആർ തടസ്സപ്പെടുത്തും? അത് ദൈവം എന്നോട് വാഗ്ദത്തം. നമ്മൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മുമ്പിൽ പ്രശ്നം വരുമ്പോൾ നമ്മളത് മറന്നുപോകും. അന്നേരം ഇത് ദൈവം പ്രവർത്തി. പിന്നെ ആ ഒരു വാക്യം തന്നതിനാൽ പലപ്പോഴും ഞാൻ ആ സ്ഥലത്ത് പോകുമ്പോൾ വേദപുസ്തകം കൊണ്ട് പോയിട്ട് ആ സ്ഥലത്തെല്ലാം ഞാൻ വേദപുസ്തകം കൊണ്ട് നടന്നിട്ട് അതിനകത്തൊരു ചെറിയൊരു അമ്പലം, ഈ പുറത്ത് തമിഴ്നാട്ടിലെല്ലാം ചുമ്മാ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇതൊന്നും വിട്ട് അതൊരു അമ്പലം അവർക്ക്. എല്ലാ അമ്പലങ്ങളാണ്. വൃക്ഷമുണ്ട്, അതിൻ്റെ മുകളിൽ തുണി കെട്ടി അതും അമ്പലമാണ്. എല്ലാ അമ്പലം നമുക്കൊന്നും ചെയ്യാം, നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ അവിടെ ചെന്നിട്ട് വേദപുസ്തകം ഉറക്കെ വായിച്ചിട്ട് ഞാൻ ചെറിയൊരു പ്രസംഗിച്ച് ഞാൻ ഇറങ്ങി വേദപുസ്തകം അവിടെ ഞാൻ തിരിച്ചു വരും. അത് കൂടുതലൊന്നും അവിടെ ചെയ്യത്തില്ല. പിന്നെ അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആടിനെ വളർത്താനും പശുവിനെ വളർത്താനും ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ആത്മീയ ഗോളത്തിൽ ഇതിലൂടെ ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ പ്രവർത്തിക്കും, ആരാധന. ആ വാക്യം വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യം തന്നെ യെശയ്യാ പ്രവാചകൻ്റെ 46-ാം അധ്യായത്തിൽ 11, എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷന്മാരെ തന്നെ വിളിക്കുന്നു, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. എത്ര പ്രാവശ്യം ഞാൻ 4 പ്രാവശ്യം. ആരായി പറയുന്നത്? നമ്മളതിനകത്ത് നമ്മുടെ പേരൊന്നും ചേർക്കണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആര് തടസ്സപ്പെടുന്നത്? അത് കഴിഞ്ഞിട്ടാണ് ഈ വാക്യം കാണിച്ചിരുന്നത്. അങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് നമ്മളധികം ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രയാസം വരുമ്പം ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ ഉടനെ അത് അധികം താമസിയാതെ വചനത്തിനകത്തത് ദൈവം കാണിച്ചു തരും. അപ്പം നമുക്കറിയാം ദൈവത്തിൻ്റെയാണ്. ഇതെന്ത് പറഞ്ഞാലും, ദൈവം നേരിട്ട് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് നമ്മളൊന്നും എല്ലാവർക്കും വാഗ്ദത്തം കിട്ടുന്നുണ്ട്, പക്ഷെ മിക്കവരും പ്രാപിച്ചെടുക്കുന്നില്ല. അപ്പം ഈ ദൈവവചനം നമ്മുടെ ആധാരമാണ്. ആധാരം എന്ന് പറയുമ്പോൾ ടൈറ്റിൽ ഡീഡാണ്. നമുക്കിപ്പം ടൈറ്റിൽഡ് പേപ്പറിൽ ഒരുക്കുന്ന ആധാരം കൊണ്ട് സേഫിനകത്ത് കയറ്റി വെക്കുന്നതിനും പ്രസക്തിയാണ് ദൈവം. ഇപ്പം ഇതിനോട് ചേർന്ന് തന്നെ ദൈവം ഒരു പ്രാവശ്യം ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം വേറൊരാൾക്ക് ദൈവം 114-ാം സങ്കീർത്തനം കൊടുത്തു. ഈ ഒരു സ്ഥലത്തിന് അവരുടെ ആത്മാവ് തോന്നി. നമ്മളങ്ങനെ പറയാറുണ്ട്, അധികം പറഞ്ഞില്ല, പക്ഷേ അവരുടെ ആത്മാവ് തോന്നി അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ 114-ാം സങ്കീർത്തനത്തിൻ്റെ കൂടെ വായിക്കാം നമുക്ക്. കർത്താവ് പറയുന്നത്, ഇത് 13 വർഷങ്ങൾക്ക് മുമ്പ് തന്ന വാഗ്ദത്തം പ്രാപിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. ഇത് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണിത്. യഹോവയെ സ്തുതിപ്പീൻ, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന്, യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. ദൈവം നമുക്ക് സങ്കേതമായിട്ട് നിൽക്കുകയാണ്.
ശരിയാ, ശത്രു നമുക്കെതിരായിട്ട് പത്തി പടർത്തി അങ്ങനെ നിൽക്കുകയാണ്. അവൻ നമ്മളെ ഒരു തരത്തിൽ, ദൈവമക്കളെ ഒരു ഇഞ്ച് മുന്നിൽ, അത് എല്ലാ കുടുംബങ്ങൾക്കും അറിയാം. നമ്മളതിന് പറയുന്നുണ്ടോ വിശ്വാസികൾക്ക് ഒത്തിരി ഭാരം. അതല്ല കറക്റ്റ് വേ ഓഫ് സേയിങ്. വിശ്വാസികൾക്ക് മലകൾ കയറാനുണ്ട്. ദോസ് ഹു ആർ ഓവർകമേഴ്സ് എന്ന വ്യാഖ്യാനം പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഓവർകമേഴ്സ്, അതായത് പ്രയാസങ്ങൾ വരുമ്പം അതിനെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ കിരീടങ്ങൾ തരത്തുള്ളൂ. അത്ര പേര് അതിജീവിക്കാനുള്ള ഉപാധി ആർക്കറിയാം ഇങ്ങനെ ചെയ്യാമെന്ന്. വളരെ ലാഘവമായിട്ട്, വളരെ സിമ്പിളായിട്ട് ജീവിതം കണ്ടുവച്ച് നമ്മൾ 4 നേരം ഭക്ഷണം കഴിച്ച് മാത്രം ജീവിച്ച് മരിക്കാനാണ് എന്തിനാ വലുത് ബന്ധപ്പെടുന്നത്? എന്തൊരു ജീവിതമാണ്! അങ്ങനെയല്ലല്ലോ ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം തന്നെ വീണ്ടും പറയാണ്, യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരം, ഇസ്രായേൽ അവൻ്റെ ആധിപത്യമായി തീർന്നു. സമുദ്രം കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. ഏത് ശത്രുവായ എൻ്റെ ദൈവത്തിന് മുമ്പ് സമുദ്രം കണ്ടിട്ട് ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങൾ മുട്ടാളുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലും തുള്ളി. സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? കണ്ട, ഏത് സമുദ്രമാണേലും ഈ സക്രിയായി പറയുന്നുണ്ടല്ലോ, സെറുബ്ബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര്? യഹോവ നിന്നെ ഭത്സിക്കുന്നു. അതുപോലെ ഈ നമ്മൾ ജോഷുവയുടെ ബുക്കിനകത്ത് വചനം പഠിക്കുന്നുണ്ട്. ജോഷുവായ പുരോഹിതന്മാർ യോർദാൻ്റെ വക്കത്ത് വന്ന് അവരുടെ ഉള്ളംകാല് വെള്ളത്തിൽ ചവിട്ടിയ നിമിഷത്തിൽ യോർദാൻ 2 പിളർന്നു. എവിടെ നമ്മുടെ ശക്തി? എവിടെ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ്? പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാനുള്ള ബലമുണ്ടാകട്ടെ. യോർദാനെ നീ പിൻവാങ്ങുന്നത്, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും നിങ്ങൾ അപ്പോൾ കുന്നുകൾ ജീവൻ വെച്ച് തുള്ളിച്ചാടുന്നെന്ന്. ഏത് മലയാണ് ദൈവസന്നിധിയിൽ വലുത്? ഹിമാലയം പോലെ. നമ്മൾ ഈ പ്രയാസങ്ങൾ വന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനെ മറന്നു പോകുന്നു. അതായത് ദൈവത്തിന് കണ്ണ് നമ്മുടെ അടഞ്ഞു പോകും. അതിന്ന് തുറന്നു തരുന്ന ദൈവം. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവിയുമാക്കിയിരിക്കുന്നു. പാറ, ഏത് പാറയുണ്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നതിന് അതിനെ ജലതടാകമാക്കി തീർക്കും. തീക്കല്ലിനെ നീരുറവയാക്കി തീർക്കുന്ന ഒരു ദൈവം. അവന് ഏത് പ്രശ്നമാണ്? ഒരു പ്രശ്നവും ഇല്ലെന്ന് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ. നമുക്ക് തോന്നും മൗണ്ടനാണ്. മലകളെ മറിച്ച് മാറ്റുന്നു, മലകളെ പൊടിയാക്കി തരുന്നു, കുന്നുകളെ പൊടിയാക്കി തരുന്നൊരു ദൈവം. എന്നിട്ട് അത് ആ അർത്ഥം വെച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പം ഈ യെശയ്യാ 46 മേളും താഴെയുള്ള ഭാഗങ്ങളിലൂടെ വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ, ദ്രോഹികളെ ഇത് മനസ്സിലാക്കുവിൻ, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ദൈവം പറയാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല 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 എന്ന് 10 പ്രാവശ്യം പറ. ദൈവം അല്ലാതെ പലരും കാണും. നമ്മളെ സംബന്ധിച്ചിടത്ത് ഈ ദൈവം അല്ല വേറെ. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കും. ഇതാണ് ദൈവത്തിന്. ദൈവം അന്ത്യം കണ്ടിട്ടാണ് ആരംഭം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പേജിൽ നിന്നാണ് അവൻ തുടങ്ങുന്നത്. ഇങ്ങനെ അവർ മറിക്കുന്നത്. ദിസ് ഈസ് ദ വേ ദേ റൈറ്റ്. നമ്മൾ ഈ ആദ്യത്തെ പേജിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ അന്ത്യം കണ്ടിട്ട് ദൈവം നമുക്കൊരു ജീവിതം, വിജയജീവിതം മുമ്പിൽ വെച്ച് കൊടി ഉയർത്തിക്കഴിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പ്രശ്നം വന്നത്. നമ്മൾ പ്രശ്നത്തിനകത്ത് മുങ്ങി താണുപോകേണ്ടിയവരല്ല, കൊടി നാട്ടിക്കഴിഞ്ഞവനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവനാ എന്നോട് പറയുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, സംഭവിക്കാനുള്ള ഞാൻ പ്രസ്താവിക്കുക, എൻ്റെ ആലോചന നിവർത്തിക്കും. ഞാനാണ് നടത്തും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൽ പക്ഷിയെ, ദൂരദേശത്ത് നിന്ന് എൻ്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു, ഉണ്ടാക്കിയെടുക്കുമെന്ന്. ദൈവം ബലപ്പെടുത്തട്ടെ. ദൈവം വചനം ചെന്ന് കൊള്ളട്ടെ അനേക കുടുംബങ്ങളിൽ. എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരാൾ വന്നിച്ച് പറയായിരുന്നു, ഞാനൊരു കാര്യം ചെയ്യണം എന്ന് ചെയ്യണോ വേണ്ട എന്ന് വിചാരിച്ചിട്ട് 2-3 വർഷം. ഇന്നലെ ആൻറ്റി
ആൻറ്റി അത് സോയ ലൈഫിനെ കുറിച്ച് സോയ ലൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിപ്പോൾ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം, അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പോവാണ്. നമ്മൾ ചില ദൂതുകൾ വന്നു വരുമ്പം നമ്മൾ മനസ്സിനകത്ത് വെച്ചിരിക്കുന്ന ചിലതിനെ അത് ദൈവം തമ്പുരാൻ എടുത്തു പൊക്കി ഉപയോഗിക്കാൻ തുടങ്ങും. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ഓരോ വ്യക്തിയിലും ഓരോ ആണെങ്കിൽ ചടഞ്ഞിരിക്കാതെ എഴുന്നേറ്റ് പ്രവർത്തിക്കുക ദൈവം. എൻ്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും, ഞാനായവനാണ് പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് കണ്ട് ഐ ആം ഹൂ ഐ ആം എന്ന് പറഞ്ഞവൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിൽ കൂടെ പകരുന്നത്. വി ആർ ഓൺലി എ ചാനൽ. നമ്മളൊരു കണ്ടിന്യൂസി പൈപ്പ് പോലെയാണ്. ദൈവത്തിൻ്റെ വചനം ചെന്ന് കൊള്ളുന്നിടത്ത് അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. സമയമെടുക്കുന്നത് പ്രാർത്ഥിക്കുമ്പം ചില കാര്യങ്ങൾക്ക് ഉടനെ ഉത്തരം കിട്ടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ സ്വഭാവത്തിനെ ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ അങ്ങേപ്പുറത്തുള്ള തടസ്സം അവരെ ഉപദ്രവിക്കാതെ എങ്ങനെയെങ്കിലും കർത്താവ് അവർ കൂടെ മാനസാന്തരം വരുത്താൻ വേണ്ടി ദൈവം സമയമെടുക്കും. പക്ഷേ ദൈവം തീരുമാനിച്ചത് നടക്കുമെന്നേ, അത് നമ്മൾ കാണുമെന്നേ. ദാവീദ് പറയുന്നില്ലേ, ദൈവമേ നിൻ്റെ നന്മകൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കാണും, എൻ്റെ നേർച്ചകളെ ഞാൻ നിൻ്റെ മുമ്പിൽ കഴിക്കും. ചത്തു കഴിഞ്ഞിട്ടൊന്നുമല്ല, ജീവനോടെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ഞാൻ എൻ്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ റൈച്വസ്നെസ്, അത് നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടൊന്നുമല്ല. വചനം വായിക്കുമ്പം കർത്താവ് പറയും അവരുടെ അടുത്ത് വചനം എടുക്കുന്നു, എന്നെ ആശ്രയിക്കുന്നുണ്ടല്ലോ, അത് മതി. ജസ്റ്റ് ലൈക്ക് ദാറ്റ് 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീയെ ആ തൊങ്ങലിലൊന്ന് തൊട്ടപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പകർച്ചയാണ് നടന്നത്. നമ്മൾ ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേൽക്കുന്നേ, അവിടെ അങ്ങനെ ഇരിക്കാതെ. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ കാണും, കുടുംബത്തിൽ കല്യാണത്തിൻ്റെ കാര്യം, മക്കളുണ്ടാകാത്തത്, പിന്നെ പണസംബന്ധമായ ഭാരം, രോഗം, പിന്നെ മക്കൾ കള്ളുകുടിച്ച് നടക്കുന്നത്, ഇതൊക്കെ ഭാരമാണ് നമുക്ക്. അതിനെല്ലാത്തിനും ഉത്തരവുണ്ട് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ. എൻ്റെ വാക്ക് താമസിക്കുകയില്ല, ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും. ദൈവം പറഞ്ഞു ഇനി എൻ്റെ താമസിക്കത്തില്ല. നമ്മൾ അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ എനിക്ക് സഫന്യാവിനാന്ന് തോന്നുന്നു, അതെ, എൻ്റെ ദർശനങ്ങൾ ദൂരത്തു നിന്ന് വായിക്കത്തക്ക വിധത്തിൽ എഴുതിയിടുക. ദൂരത്ത് ആ ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്. അത് സമാപ്തിയിലേക്ക് ഓടുകയാണ്. അത് വരും നിശ്ചയം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അനേകരുടെ പ്രയാസങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാരം എന്ന് വെച്ചാൽ ഈ വചനത്തിൻ്റെ കൂടെ സമർപ്പിക്കുക. ദൈവം നമുക്ക് ഉത്തരം തരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥാ, നീ പറഞ്ഞു, അഭിഷം പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആരെ തടസ്സപ്പെടുത്തും. മാനുഷികമായ ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് പലതും ചെയ്യാൻ നോക്കി. 114 പറയുന്നുണ്ട്, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ നിൻ്റെ മുമ്പിൽ തുള്ളും. ശത്രു ഇന്നലെ കണ്ടവൻ ഇന്നില്ല കർത്താവേ. അതാണ് കർത്താവ് ഈ സങ്കീർത്തനം 37:10 പറയുന്നത് പോലെ, കുറഞ്ഞൊന്ന് കഴിഞ്ഞപ്പോൾ ദുഷ്ടൻ അവിടെ ഇല്ല. ഞാൻ നോക്കി, ദുഷ്ടനെ അവിടെ കാണാനില്ല. അപ്പം നേരത്തെ അവിടെ ഇല്ലാത്ത പോലെ തുടച്ചു മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനാൽ സ്തോത്രം. എത്ര വലിയ ദുഷ്ടനും അവന് ഒരു സ്ഥാനവുമില്ല. എൻ്റെ ദൈവമായിരുന്നു കർത്താവിൻ്റെ വലിയ പ്രഭയുടെ മുമ്പിൽ ആ വലിയ തേജസ് ഇറങ്ങി വരുമ്പം എല്ലാം നെടല് പോലെ തീയുടെ അടിക്കൽ മെഴുകുരുകിപ്പോകുന്നത് പോലെ, സൂര്യൻ്റെ പ്രകാശത്തിൽ മഞ്ഞുരുകിപ്പോകുന്നത് പോലെ നിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഇവയെല്ലാം ഉരുകിപ്പോകുന്നതിനാൽ സ്തോത്രം. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ദുഷ്ടനെ കാണുകയില്ല. ഞാൻ ആ സ്ഥലത്ത് നോക്കി, അവനെ അവിടെ കണ്ടില്ല എന്ന് സങ്കീർത്തനം 37:10 പറയുന്നുണ്ട്. എത്ര സത്യാപിച്ച. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ദുഷ്ടൻ നശിച്ചു പോയിരിക്കുന്നു. പിന്നെ അവൻ്റെ അവിടെ ഒരടയാളം ഇല്ലാത്ത പോലെ മാറ്റിത്തന്ന ദൈവത്തിന് കോടാനോടി സ്തോത്രം. തലമുറകൾ മുൻപോട്ട് കയറി പോട്ടെ അപ്പച്ച. നീതിയുടെ വഴികൾ വെട്ടി തുറന്നു തന്നതിന് സ്തോത്രം. മുള്ളും പറക്കാരെ എടുത്ത് കളഞ്ഞിരിക്കുന്നു അപ്പച്ച. ദൈവത്തിൻ്റെ വേലി കെട്ടി അപ്പച്ചൻ വഴി തുറന്നിരിക്കുന്നു. അതല്ല, വെള്ളമാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളംകാലം അതിൻ്റെ മുമ്പിൽ ചെന്ന് തൊടുമ്പോൾ ഞങ്ങൾ മുമ്പിൽ നിന്നിട്ട് നിൻ്റെ ആലയം പെട്ടകമായിട്ട് ഞങ്ങൾ നിൽക്കുക. തുടങ്ങുമ്പോൾ യോർദാൻ തുറക്കുന്ന അപ്പച്ചൻ. ചെങ്കടലിന് മുമ്പിൽ ഞങ്ങൾ നിൻ്റെ വചനം നീട്ടുമ്പോൾ രണ്ടായിട്ട് പുലർന്നിരിക്കുന്ന അപ്പച്ച. ദൂരസ്ഥരും സമീപസ്ഥരും ഒന്നിച്ചാക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രകാശം ഈ വചനത്തിൻ്റെ കൂടെ അയക്കുന്നു. വിദ്വേഷത്തിന് നടിച്ചുവരെ അപ്പച്ചനെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു.
സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിറയട്ടെ. ജീവ ഉറവ കടന്നു വരട്ടെ അപ്പച്ച. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേക കുടുംബങ്ങൾക്ക് വെളിച്ചവും പ്രകാശവും ദൈവസ്നേഹത്തിൻ്റെ സന്തോഷ പരിപൂർണത നിന്നിലുണ്ട്. കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.